ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് എന്തേലും തോന്നുന്നുണ്ടോ ഇതൊക്കെ കാണുമ്പോൾ? കൂട്ടുകാരെ, മറ്റൊന്നും അല്ല കേട്ടോ, ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് നമ്മൾ. കൂടെ പഴംപൊരി ബീഫും. എങ്ങനെ ഉണ്ടായിരിക്കും നോക്കാം. ഈ ദം ബിരിയാണി ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്നറിയോ? പാചകം പാഷനാക്കിയ നന്ദേട്ടൻ തന്നെ. നന്ദേട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ റെഡി, നമുക്കിന്ന് ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ദം ബിരിയാണിക്ക് വേണ്ടിയുള്ള പാത്രങ്ങളും എല്ലാം എടുത്തിട്ടാണ് നന്ദേട്ടനും സുധയും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാലോ. എല്ലാം പറഞ്ഞിട്ടൊന്നും വേണ്ട, ഫുള്ളെടുത്തേ. മതിയാ? എണ്ണ കുറഞ്ഞു പോയി അപ്പോഴേക്ക്. മെയിൻ കുക്ക്, ഇത് സബ് കുക്ക്. ഉള്ളി ഏകദേശം ഒരു പകുതി പോലെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ മറ്റൊരു പരിപാടിയിലാണ്. ഞാൻ പറഞ്ഞില്ല ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ടെന്ന്. ബീഫും പഴംപൊരിയും തിന്നാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കഴിച്ചിട്ടില്ല. നമുക്ക് ഇന്ന് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞാൻ സൈഡിൽ നോക്കുന്നത്. കുറച്ച് മൈദമാവും അരിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൂട്ട് റെഡിയാക്കാനുള്ള ഇതിലാണ്. ഒരു തരി ഉപ്പും കൂടെ എപ്പോഴും ചേർക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ വേഗം ബിരിയാണിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യണം. കാരണം അത് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരേ സമയത്ത് തന്നെ എല്ലാ പരിപാടിയും ചെയ്യുന്നത്. ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെയാണ് നമ്മുടെ പ്ലാൻ. വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് അതിലേക്ക് ചേർത്തു. ഓക്കെ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ പഴംപൊരിയുടെ കൂട്ടാണ്. അതിൽ കുറച്ച് ജീരകമൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊരു ഫ്ലേവറാണ് ജീരകം ചേർത്താൽ. അപ്പോൾ നമ്മളത് കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കും. അതിന് ശേഷമാണ് നേന്ത്രപ്പഴം അരിഞ്ഞ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മിടുന്ന സമയത്ത് പഴംപൊരി ആക്കാമെന്നാണ് എൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു എത്രയാണ് 8-10 വിസിലെന്തോ വന്ന് നന്നായി വെന്ത് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ മസാല കൂട്ടിലേക്ക് ചേർക്കാം. മസാല അവിടെ നിന്ന് റെഡിയാകുമ്പോൾ ഞാൻ ഇവിടുന്ന് പഴം റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഓരോന്ന് കാഴുന്നേന മറ്റേ അടുത്ത പരിപാടി തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ പഴം നല്ല ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഫുള്ളായിട്ട് ചെയ്യാറില്ല. സ്പെഷ്യൽ ഗരം മസാല കാണാനല്ല, ഇതിന്റെ മണം. ഈ ഗരം മസാല ഇട്ടതിന് ശേഷം ഒരു പ്രത്യേക മണമായിരുന്നു ഈ കൂട്ടിന്. ഈ മസാല എനിക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പോകുന്നതിന് മുന്നേ അത് വാങ്ങിച്ചു വെക്കണം, അതാണ് പ്രധാനം. നമ്മുടെ ബീഫ് നോക്കിയേ, വാ, എന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയിലേക്ക് ചേർക്കാനായിട്ടുണ്ട് ഏകദേശം. അരി കഴുകിയിട്ട് ഊറ്റണം. വെള്ളം കറക്റ്റാണ്. വിശന്നിട്ട് കണ്ണൊന്നുമില്ല നമുക്ക്. ഒരു സ്പൂൺ ഓക്കെ അല്ലേ? കറക്റ്റല്ലേ മസാല എല്ലാം? എല്ലാം കറക്റ്റാണ്. മസാല
ബിരിയാണി അതിന്റെ ഇറക്കാനുള്ള ഉറപ്പില്ല. ഇത് നമ്മുടെ ബിരിയാണിയുടെ അരി വേവിക്കാനുള്ള തയ്യാറെടുപ്പാണ്. നെയ്യും ഗ്രാമ്പൂ പട്ട ഏലക്കായ് എല്ലാം ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി. ഇത് ഇവിടുന്ന് റെഡിയാവുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിന് വേണ്ട അരിയൊക്കെ കഴുകി അരിപ്പയിൽ ഊറ്റാൻ വെച്ചിട്ടുണ്ട്. അരി എന്ന് പറഞ്ഞാൽ നന്ദാട്ടം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. നല്ല ബിരിയാണിയുടെ അരി, നല്ല മണമുള്ള അരിയാണ്. അത് ഇവിടുത്തെ അരിയൊന്നും അത്ര ശരിയാവില്ല. അത് കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അരി അവിടെ നന്നായിട്ട് നെയ്യിൽ വറുത്തുകൊണ്ടിരിക്കുകയാണ് നന്ദേട്ടൻ. അപ്പോൾ അതേ സമയത്ത് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് റെഡിയാക്കി വെക്കും ബിരിയാണിയുടെ ടോപ്പിംഗ്. ഇടാനാ എടുത്തില്ലേ ഫൈലിട്ടാ 10 ഗ്രാം പോലും ഇട്ടല്ലേ. അരി ഏകദേശം വറുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് പിന്നെ ബിരിയാണിയുടെ ടോപ്പിംഗ് ചെയ്യാനുള്ള ഉള്ളി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സമയം എടുക്കും എന്തായാലും അത് ഫ്രൈ ആയിട്ട് വരാൻ. അതായത് ശരിക്കും ഗോൾഡൻ ബ്രൗൺ എന്നൊക്കെ പറയുന്ന കുറച്ച് ബ്രൗൺ കളറാവണം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരി വേവിക്കാനുള്ളത് കൃത്യമായിട്ട്. നിങ്ങളിരുന്ന് കഥ പറയുന്നത് കൊടുക്കും. അപ്പം എനിക്ക് ക്ലിയർ ആവും. തിന്നാൻ മാത്രം ഇരിക്കുന്നു. രണ്ടുപേരും ഭയങ്കര പഠനമാണ്. സ്റ്റഡിയാ ഇവർ രണ്ടുപേരും കൂട്ടുകാർ. ഇവരിവിടുന്ന് പഠിക്കുക എന്നൊക്കെ പറയുന്നേ. പഠിക്കുകയും കളിക്കുകയും ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവിടെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നു. അവരോട് ഇരുന്ന് വർത്താൻ മെയിൻ കുക്കും സഹ കുക്കും ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര വെള്ളം? 12 ഗ്ലാസ്സേ ആയിട്ടില്ല. ഇനിയും വേണം 4 ഗ്ലാസ് വെള്ളം. ഇല്ല എടുത്താ ഞാൻ എടുക്കട്ടെ കൈമില്. ഇങ്ങനെ പഞ്ചസാര എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മേലെ കുറച്ചിടുക. ഓക്കെ, ഇങ്ങനെ തിന്നു.
2 മണിക്ക് നമ്മുടെ ബിരിയാണിയുടെ ചൂട് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഒന്ന് കുറച്ചൊന്ന് അടച്ചു വെച്ച് നമുക്ക് ദമ്മിടാൻ നോക്കണം. അപ്പോൾ അതേസമയം നമ്മൾ ബീഫ് ഒരല്പം ഫ്രൈ ചെയ്ത് നമ്മുടെ പഴംപൊരിയുടെ കൂടെ കഴിക്കാനുള്ള ബീഫേ അത് റെഡിയാക്കാൻ വേണ്ടിയുള്ള പരിപാടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. ഇല്ല. ബാക്കി വലുതായാലും കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല, കടിക്കുമ്പോൾ രസം തന്നെയാണ്. കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയായിരുന്നു. തിളക്കുന്നുണ്ടായിരുന്നല്ലേ അതിന്റെ വെള്ളം ചൂടായിട്ട് അരി അടുത്ത പരിപാടി, പ്രധാന പരിപാടിയായ ദമ്മിടൽ, അതാണ് കാണേണ്ട കാഴ്ച ശരിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇത് ബീഫ് നമ്മുടെ ഫ്രൈ ചെയ്യേണ്ടത്, അതായത് ഫ്രൈ അല്ല, ഒരല്പം ഗ്രേവി ടൈപ്പ് ആണ് ഉദ്ദേശിച്ചത്, ഫുൾ ഡ്രൈ ആവാതെ. അതവിടെ അടുപ്പത്തുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ബിരിയാണി ദമ്മിടാനുള്ള പരിപാടിയാണ്. നോക്കിക്കോളൂ. ചോറ് ഇങ്ങനെ വെച്ചിട്ട് പ്രിപ്പറേഷൻ്റെ പ്രത്യേകത എനിക്കറിയാം. ഇതിൻ്റെ നടുവൊക്കെ ഒന്നും പറ്റില്ല. അതാ പറഞ്ഞ ധൈര്യം വേണം. സത്യം സത്യം, ഇതെന്നാലേ ആവുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് തൊട്ട് നോക്ക്.
അടിയിൽ ചോറഞ്ഞ ഇത് മതിയാ ഇത് ദമ്മിടൽ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ
നമ്മൾ അവസാനം ചെയ്യുന്നത് ഇത് കംപ്ലീറ്റ് ലെയറായിട്ട് ബീഫും അരിയൊക്കെ ചേർത്ത് അതിൻ്റെ വേണ്ട ചേരുവകളൊക്കെ ചേർത്തല്ലോ. ഇനി ദം ഒട്ടിക്കാനുള്ള മാവ് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചപ്പാത്തിയുടെ ആട്ടമാവ്. അത് കുഴച്ച് സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുണ്ട്. ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ബിരിയാണി ദമ്മിട്ട് ഒട്ടിക്കുന്നത്. കാണണമെങ്കിൽ ഇപ്പം നോക്കിക്കോളൂ, ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. കൂടെ തന്നെ വെളുപ്പിച്ചാടട്ടെ. ആദ്യം കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു. അതിൻ്റെ മേലെ കുറച്ച് വെയിറ്റൊക്കെ വെക്കുന്നുണ്ട് എന്തായിട്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടുന്ന് സൈഡിൽ നിന്ന് റെഡിയായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ബാക്കിയുണ്ടായിരുന്ന നെയ്യാണ് അതിലേക്ക് ഒഴിക്കുന്നത്. ആദ്യം ഡയറക്റ്റ് തീയിൽ വെച്ച് ദമ്മ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ദോശക്കല്ലടിയിൽ വെച്ച് അതിൻ്റെ മേലെയാണ് ദമ്മിൻ്റെ പാത്രം വെക്കുന്നത്. അങ്ങനെയാണ് പോലും അതിൻ്റെ രീതി. ഇത് പഴംപൊരിയാണേ, ഇത് ബീഫാണേ. ഓക്കെ, നമ്മളിങ്ങനെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അറിയാണ്ട് പഴംപൊരി അതിൽ വീണേരാന്ന് പോലെ ആദ്യമായിട്ട് പഴംപൊരിൻ്റെ രുചി ബീഫുമായിട്ട് അറിഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം അങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവുന്ന. വീണു പോവോ നോക്കാലോ. ഫുൾ കവറായിട്ട് കിട്ടുള്ളൂ അല്ലേ. കുറച്ചും കൂടി വെള്ളം വേണം തോന്നുന്നല്ലേ. അതെ, ഇങ്ങനെ കൂട്ടുകൂടി ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഒരു രസമാണല്ലേ. ഞാൻ ഇവിടുന്ന് പഴംപൊരിയുടെ കൂട്ട് റെഡിയാക്കുന്നു, അവിടെ നിന്ന് സുധ അത് പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കുന്നു, നന്ദുമോൾ അവിടെ നിന്ന് നോക്കി നിൽക്കുന്നു. ഇതൊക്കെ ഒരു രസമാണ്. കഴിക്കുന്നതിനേക്കാളും ഉണ്ടാക്കുമ്പോഴുള്ള എല്ലാവരും ഉള്ള വർത്താനം പറഞ്ഞ് ചെയ്യുന്ന ഈ എൻജോയ്മെൻ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞ സാധനം ഓട്ടിൻ്റെ ചട്ടിയിൽ അന്ന് പെട്ടെന്ന് തോന്നിയിട്ട് വേഗം ചെയ്ത് പറഞ്ഞാൽ ചിക്കൻ വാങ്ങി കൊണ്ടുവന്ന് ചിക്കനും ഇതും കൂടെ ഒരു ഫാസ്റ്റ് ബുക്കിംഗ്. പ്രഷർ ദമ്മ് കുറേ ദമ്മ് റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ദം ദം ദമ്മ് തുറക്കൽ പരിപാടിയാണേ അടുത്തത്. പൊട്ടിക്കുന്നെടുക്കേ.
ഇത് കഴിച്ചോട്ടെ. എന്തുണ്ട്? ആ പീസോടുകൂടി മസാല പീസോടുകൂടി. ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ അപാരം ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. നോക്കൂ, നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ നോക്കൂ. ഒരു ഭാഗത്ത് ദം ബിരിയാണി, ഇപ്പുറത്ത് ബീഫും പഴംപൊരിയും എല്ലാം കൂടെ കുശാലാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. സൺഡേ സ്പെഷ്യൽ. എന്തായാലും മതി. വാ നന്ദോ വാ. അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങാൻ ആയി. ഞാൻ ആദ്യം തന്നെ രുചി നോക്കിയേ. എല്ലാവരും കഴിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബീഫ് ആൻഡ് പഴംപൊരിയുടെ ടേസ്റ്റ് നോക്കൂ, ഈ മുഖത്ത് നോക്കൂ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡ്യൂപ്പറായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണി, അതിൻ്റെ കൂടെ ബീഫും പഴംപൊരിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നോ? സഹായിക്കാൻ വരാട്ടോ ഞങ്ങൾ.